സംവിധായകനെന്ന നിലയിൽ തിളങ്ങി നിന്ന കാലത്ത് IV ശശി കർക്കശക്കാരനായിരുന്നു. കഥയ്ക്കനുസരിച്ച് കഥാപാത്രങ്ങൾ അഭിനയിക്കണം. അതിന് സൂപ്പർ താരമെന്നോ സാധാരണ താരമെന്നോ ഉള്ള വ്യത്യാസം IV ശശി കാണിച്ചിരുന്നില്ല. തൃഷ്ണ എന്ന ചിത്രത്തിൽ പൊതുവെ നടികളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാത്ത മമ്മൂട്ടി സ്വപ്നയുമൊത്ത് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ ധാരാളമുണ്ട്. അതുപോലെയായിരുന്നു അനുരാഗി എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ അവസ്ഥയും. ഉർവശിയുമായും രമ്യാകൃഷ്ണനുമായും ഇഴുകിച്ചേർന്ന് രതിരംഗങ്ങളിൽ അഭിനയിക്കുന്ന മോഹൻലാലിനെ അനുരാഗിയിൽ കാണാം. അനുരാഗിയിലെ രതിരംഗങ്ങളിൽ മോഹൻലാലുമായി അഭിനയിക്കാൻ ഉർവശി വിസമ്മതിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ IV ശശി അതൊന്നും സമ്മതിച്ചില്ല. IV ശശിക്ക് നിർബന്ധമുണ്ട് തൻ്റെ കഥയിൽ, തൻ്റെ സിനിമയിൽ കഥയ്ക്ക് അനുസൃതമായി കഥാപാത്രങ്ങൾ അഭിനയിക്കണം എന്നുള്ളത്. ഭൂമിക എന്ന ചിത്രത്തിൽ IV ശശി ചതിച്ചത് ജയറാമിനെയാണ്. 1991 പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഭൂമിക. കുട്ടനാട് പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രം. ജയറാമും സുരേഷ് ഗോപിയും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. MG സോമനും ജോൺ പോളും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. S ബാലചന്ദ്രനാണ് കഥ എഴുതിയത്. ജോൺ പോൾ തിരക്കഥ എഴുതി. ഈ ചിത്രത്തിൽ ഒരു പുതുമുഖ നടിയെ കൊണ്ടുവന്നു IV ശശി. അത് മറ്റാരുമായിരുന്നില്ല, പ്രശസ്ത നടി KR വിജയയുടെ അനുജത്തി KR സാവിത്രിയുടെ മകൾ സ്വാതിയായിരുന്നു. സ്വാതി രാഗസുധ എന്ന പേരിൽ തമിഴിൽ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ രാഗസുധയെയാണ് സ്വാതി എന്ന പേരിൽ ഭൂമികയിൽ അവതരിപ്പിച്ചത് ജയറാമിൻ്റെ നായികയായി. KR വിജയയുടെ അനുജത്തിയുടെ മകൾ എന്ന നിലയിൽ സ്വാതിക്ക് നല്ല പബ്ലിസിറ്റി അന്നത്തെ സിനിമാ വാരികകൾ കൊടുത്തു. സ്വാതി എന്തായാലും ഭൂമികയിൽ അഭിനയിച്ചു. സ്വാതിയും ജയറാമും തമ്മിലുള്ള ആദ്യ രാത്രി ഭൂമികയുടെ ഹൈലൈറ്റാണ്. ആ ആദ്യ രാത്രിയിൽ ജയറാമും സ്വാതിയും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങൾ സമ്പന്നമാണ്. തോണിക്കകത്ത് വെച്ചാണ് കിടപ്പറ രംഗങ്ങൾ IV ശശി ചിത്രീകരിച്ചത്. ആദ്യ ദിനം ആ കിടപ്പറ രംഗങ്ങൾ കണ്ട് പ്രേക്ഷകർ അന്തം വിട്ടു. എന്നാൽ പിറ്റേ ദിവസം സെൻസർ ബോർഡ് ഇടപെട്ടു. ആ രംഗങ്ങളൊക്കെ വെട്ടിമാറ്റി. എന്തായാലും ജയറാമിനെ നാണം കെടുത്താതെ രക്ഷിച്ചത് സെൻസർ ബോർഡാണെന്ന് പറയാം. കാരണം അത്ര ചൂടൻ രംഗങ്ങളായിരുന്നു IV ശശി ചിത്രീകരിച്ചത് വള്ളത്തിനുള്ളിൽ. അർദ്ധനഗ്നയായി സ്വാതി ജയറാമുമൊത്ത് രമിക്കുന്ന രംഗങ്ങളൊക്കെ IV ശശി വളരെ സൂക്ഷ്മതയോടുകൂടി ചിത്രീകരിച്ചു. വില്യംസ് ആയിരുന്നു ചിത്രത്തിൻ്റെ ക്യാമറാമാൻ എന്നതും ശ്രദ്ധേയം. വില്യംസ് അപകടകരമായ രീതിയിൽ ക്യാമറ ചലിപ്പിക്കുന്ന വ്യക്തിയാണ്. തോണിക്കകത്തുള്ള ആദ്യ രാത്രി വില്യംസ് നന്നായി ഒപ്പിയെടുത്തു. എന്തായാലും പിറ്റേ ദിവസം ഈ രംഗം കാണാൻ എത്തിയ പ്രേക്ഷകർ നിരാശരായി. ഫലമോ ഭൂമിക 8 നിലയിൽ പൊട്ടി. MG സോമന് വലിയ നഷ്ടമായി മാറി ഭൂമിക. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ഭൂമിക. മുകേഷും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ഈ രംഗം, ഇതിലെ ഏറ്റവും ഹൈലൈറ്റായ രംഗം സെൻസർ ബോർഡ് വെട്ടിമാറ്റിയത് കാരണം ഭൂമികയ്ക്ക് വലിയ മൈലേജ് ലഭിച്ചില്ല. സ്വാതിക്കും പിന്നീട് ഒരുപാട് സിനിമകളൊന്നും ലഭിച്ചില്ല. പിന്നീട് B ഗ്രേഡ് സിനിമകളിലൊക്കെ സ്വാതി അഭിനയിച്ചു. ശങ്കറുമൊത്ത് സ്രാവ് എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചു. അങ്ങനെ അവർ മുൻനിര നായികയാകാതെ പോയി. സ്വാതിയുടെ അനുജത്തി അനുഷ്ക മലയാള സിനിമയിൽ എത്തി. ഫസ്റ്റ് ബെൽ എന്ന ചിത്രത്തിൽ ജയറാമിൻ്റെ നായിക അവരായിരുന്നു. അവർക്കും വേണ്ട മൈലേജ് ലഭിച്ചില്ല. ചുരുക്കത്തിൽ KR സാവിത്രിയുടെ 2 മക്കളും സിനിമയിൽ ഒരിടത്തും എത്താതെ പോയി. സ്വാതി
മറ്റൊരു ചിത്രത്തിലൂടെയാണ് വന്നിരുന്നെങ്കിൽ, ഇങ്ങനെ ചൂടൻ രംഗങ്ങളിലൊന്നും അഭിനയിക്കാതെ മറ്റൊരു ചിത്രത്തിലൂടെയാണ് വന്നിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് മൈലേജ് ലഭിക്കുമായിരുന്നു. കാരണം കാണാൻ നല്ല സുന്ദരിയായിരുന്നു അവർ. സ്വാതി പിന്നീട് രഞ്ജിത്തിനെ വിവാഹം കഴിച്ചു. രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ രാജമാണിക്യത്തിൽ സൈമൺ നാടാരെ അവതരിപ്പിച്ച രഞ്ജിത്ത്, പ്രിയാരാമൻ്റെ ഭർത്താവായിരുന്ന രഞ്ജിത്ത്. രഞ്ജിത്തും സ്വാതിയും തമ്മിലുള്ള, അല്ലെങ്കിൽ തമിഴിൽ അവർ രാഗസുധ എന്നാണ് അറിയപ്പെട്ടത്, ആ വിവാഹബന്ധം വലിയ കാലം നീണ്ടു നിന്നതും ഇല്ല. എന്തായാലും ജയറാമും IV ശശിയുടെ കർശനമായ നിബന്ധനയ്ക്ക് വിധേയനായി സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വന്ന കഥയാണ് സിനിമാ കേരള പറഞ്ഞത്. കഥയല്ലിത്, സംഭവം.